ധനകാര്യമന്ത്രിയും പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ അതികായനുമായിരുന്ന MSM സമുച്ചയങ്ങളുടെ സ്ഥാപകൻ PK കുഞ്ഞിൻ്റെ 45ാം ചരമവാർഷികം MSM ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്നു. അനുസ്മരണ സമ്മേളനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മെറിറ്റ് അവാർഡ് വിതരണവും മുഖ്യപ്രഭാഷണവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചു. ധനകാര്യമന്ത്രിയും പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ അതികായനുമായിരുന്ന കായംകുളം MSM സമുച്ചയങ്ങളുടെ സ്ഥാപകൻ PK കുഞ്ഞിന്റെ 45ാം ചരമവാർഷികം കായംകുളം MSM ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി രാവിലെ 6 മണി മുതൽ ഖുർആൻ പാരായണം നടന്നു. തുടർന്ന് MSM കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനസമൂഹത്തിന് ചെയ്ത എല്ലാ സംഭാവനകളെയും ഓർക്കും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 45ാം ചരമവാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മെറിറ്റ് അവാർഡ് വിതരണവും മുഖ്യപ്രഭാഷണവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചു. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹമാണ് ലോട്ടറി എന്ന സംവിധാനം കേരളത്തിൽ നടപ്പാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആ നൂതനമായ ലോട്ടറി സംവിധാനം ആദ്യമായി കേരളത്തിൽ നടപ്പാക്കിയത് കുഞ്ഞിസാഹിബാണ്. ഇന്ന് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനങ്ങളിൽ ഒന്ന് ഭാഗ്യക്കുറിയാണ്. അങ്ങനെ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദയം ചെയ്ത് അത് ഫലപ്രദമായി നടപ്പാക്കാൻ അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ശ്രമിച്ചതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന കേരള സ്റ്റേറ്റ് ലോട്ടറീസ്. അതുപോലെ നിരവധിയായ പദ്ധതികൾ ചിലവ് ചുരുക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും വളരെ ആകർഷകമായ പദ്ധതികൾ നടപ്പാക്കാനും കഴിഞ്ഞ ഒരു ധനകാര്യമന്ത്രിയായിരുന്നു കുഞ്ഞിസാഹിബ് എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഭാവനാസമ്പന്നനായ ഒരു ധനകാര്യമന്ത്രിയായിരുന്നു. പിന്നീട് കായംകുളത്തിൽ 2 ധനകാര്യമന്ത്രിമാർ കൂടി ഉണ്ടായി. ശ്രീ MK ഹേമചന്ദ്രനും ശ്രീ തച്ചരി പ്രഭാകരനും. അപ്പം കായംകുളത്ത് 3 ധനകാര്യമന്ത്രിമാർ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിസാഹിബിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ജീവിതാവസാനം വരെ അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും നാടിൻ്റെ വികസനത്തിനും ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങൾ ഒരു കാലത്തും നമുക്കാർക്കും വിസ്മരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ട്രസ്റ്റ് പ്രസിഡന്റ് അബീസ് P. സൈഫ് അധ്യക്ഷനായി. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം MP, അഡ്വക്കേറ്റ് U. പ്രതിഭ MLA, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല. പാരമ്പര്യമായിട്ടുള്ള ഗതാഗത വാണിജ്യ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഇടപെടൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കൃഷിമന്ത്രി ശ്രീ പ്രസാദ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറയുകയായിരുന്നു, നമുക്ക് ഭൗമസൂചിക അംഗീകാരം കിട്ടിയപ്പോൾ ഏലമൊക്കെ ഇപ്പോഴും ആലപ്പുഴ എന്നുള്ള ഇതിലാണ് കിടക്കുന്നത്. കാരണം ഈ ചരക്ക് ഗതാഗതം ഏറ്റവും ശക്തമായിരുന്ന സ്ഥലമായിരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പ്രൗഢമായ ഒരു പാരമ്പര്യം നമ്മൾ പറയുമ്പോഴും വികസനങ്ങളുടെ ഒരു പുതിയ ദിശയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നുവെന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. കാരണം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വികസനമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലായിടവും വികസനം എത്തി. പക്ഷേ വികസനം എന്താണെന്ന് വെച്ചാൽ പുതിയ കാഴ്ചപ്പാടനുസരിച്ച് റോഡും പാലവും സ്കൂൾ കെട്ടിടങ്ങളും എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ സമൂഹവും എത്തി. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പം ഞാൻ പറഞ്ഞത് PK കുഞ്ഞിസാഹിബ് അദ്ദേഹം ഈ സമൂഹത്തെ നയിച്ചിരുന്ന ഒരു കാലം വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ വലിയ വികാസം, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ TM ജേക്കബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമായിരിക്കില്ല, സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ശോഭിക്കുന്ന എത്രയോ പൗരന്മാരെ കായംകുളം MSM കോളേജ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത്തരം കലാലയങ്ങളുടെ സൗഹൃദാന്തരീക്ഷത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ
വിദ്യാർത്ഥി സംഘർഷങ്ങളെക്കുറിച്ച്, സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം പലപ്പോഴും കായംകുളം എം.എസ്.എം കോളേജിൻ്റെ പശ്ചാത്തലത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മറ്റു കലാലയങ്ങൾ പൊതുവിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് മതനിരപേക്ഷതയുടെയും സൗഹൃദത്തിൻ്റെയും പുരോഗമന സ്വഭാവത്തിൻ്റെയും നല്ല ക്യാമ്പസ് അന്തരീക്ഷങ്ങൾ നിലനിർത്താനുള്ള ഒരു വലിയ സമരത്തിൽ മലയാളി കൂടുതൽ ശക്തമായി ഏർപ്പെടേണ്ട കാലമായിരിക്കുന്നു എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഇ സമീർ, CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എ ഷാജഹാൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം എൻ ശിവദാസൻ, BJP മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ചിരാമത്ത് റഷീദ്, MSM ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി PA ഹിലാൽ ബാബു, അനുസ്മരണ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് എ ഷിജി, PKKSM HSS പ്രിൻസിപ്പൽ ഇൻചാർജ് ദീപ ഒ, MSM കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ജയന്തകുമാർ അമൃതേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. MSM കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് താഹ സ്വാഗതവും ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി അനീസ് ബി സൈഫ് നന്ദിയും പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.